പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവല്. പിന്നെ ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് BS3 റോയൽ എൻഫീൽഡ് ക്ലാസിക് ആണ്. അപ്പം ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു BS3 എന്ന് പറഞ്ഞ 2017 വരെ 17ന്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള വണ്ടികളാണ് BS3 എന്ന് അറിയപ്പെടുന്നത്. 2017 BS4 വണ്ടി നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ BS3 എന്തുകൊണ്ടും ഒരു നല്ല വണ്ടി എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ വല്ലാതെ ആളുകൾ പിന്നെ റഫായിട്ട് ഉപയോഗിക്കാത്ത വണ്ടിയാണെങ്കിൽ നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ സൈഡ് സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡിന് ചില വിഷയം ഉണ്ടായിരുന്നു. അതേമാതിരി പിന്നെ സെൽഫിന്റെ വൺ വേ ക്ലച്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ BS3 ക്ലാസിക് ഒരു നല്ല വണ്ടിയാണ്. പിന്നെ ക്വാളിറ്റി വൈസും കുറച്ചും കൂടെ ഒക്കെ നല്ലതെന്ന് എനിക്ക് തോന്നുന്ന സാധനം BS3 ആണ്. ഫസ്റ്റ് ആ സ്റ്റേജിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ആക്സിഡന്റ് കാര്യങ്ങൾ തന്നെയാണ്. ആക്സിഡന്റ് വല്ല ചേസിന്റെ കാര്യങ്ങളിലുള്ള ബെൻഡോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുമാതിരി തന്നെ എക്സോസ്റ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നത് ഇവിടെ ഈ സാധനങ്ങൾ ഇതൊക്കെ നോക്കുക. ഇതൊക്കെ പൊള്ളച്ച് കിടക്കുന്നുണ്ട് തുരുമ്പായിട്ട്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ 3700 രൂപ വില വരും. വണ്ടി എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു പ്രൈസിങ്ങൾ മൈനസ് ചെയ്യുക. പിന്നെ സെൽഫ് സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് സ്റ്റാർട്ടിങ് ആണോ എന്നുള്ളത് ഇങ്ങനെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ടോ ശ്രദ്ധിക്കണം. അപ്പോഴും കറക്റ്റ് സ്റ്റാർട്ടിങ് ആണോ അല്ല വല്ലാതെ സെൽഫ് കറങ്ങി കളിക്കണോ നോക്കേണ്ട ആവശ്യമുണ്ട്. ഞാനുള്ളതിപ്പോ വണ്ടി ഓക്കെ ആണ്, ട്യൂണിങ് എല്ലാം കറക്റ്റ് ആണ്. വണ്ടി സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. മോട്ടറിന് വല്ലാതെ പിന്നെ ക്രാങ്കിങ് ആവശ്യം വന്നിട്ടില്ല. അത് നല്ലോണം ശ്രദ്ധിക്കുക. വല്ലാതെ ക്രാങ്കിങ്ങും മറ്റേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകിൽ സെൽഫ് മോട്ടറിന്റെ ആർമേച്ചറിന്റെ തേയ്മാനം കൊണ്ട് വല്ലാതെ വരും, അതല്ലെങ്കിൽ കാർബറേറ്ററിന്റെ ട്യൂണിങ്ങിന്റെ വിഷയം കൊണ്ട് വരും. അപ്പം അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ അതേമാതിരി തന്നെ ആക്സിഡന്റ് വിഷയമാണ് നല്ലോണം ശ്രദ്ധിക്കാനുള്ളത്. ഈ വണ്ടി ആക്സിഡന്റ് നടന്ന വണ്ടിയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അറിയാനുള്ളത് ഈ ഒരു ഭാഗത്ത് ശരിക്കും ഒരു പിന്നെ ചതവ് കാണാനുണ്ട്. അപ്പോൾ ഈ ഭാഗം നല്ലോണം നോക്കുക. പിന്നെ അതുമാതിരി ചെയിൻ പോക്കറ്റ് നല്ലോണം ശ്രദ്ധിക്കുക. ചെയിൻ പോക്കറ്റ് ആണെങ്കിൽ നിങ്ങളൊരു 2700, 800, 900 ആ റേഞ്ച് ഓരോ ഇതനുസരിച്ച് 2200 ചെയിൻ പോക്കറ്റിന് വരുന്നത്. ആ ഒരു പ്രൈസ് നിങ്ങൾ അതിൽ നിന്ന് മൈനസ് ചെയ്യാം. അതായത് മാർക്കറ്റ് റേറ്റിന് ചെയിൻ പോക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ ടീത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെയിൻ വല്ലാതെ ലിങ്ക് പ്ലേ ഉണ്ടെങ്കിലൊക്കെ ആ ഒരു മൈനസ് ചെയ്യാം. പിന്നെ വൺ വേ ക്ലച്ചിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് സെൽഫ് അടിക്കുന്നില്ല, സെൽഫ് ഇല്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 4700 രൂപ ആ ഒരു രീതിയിൽ മൈനസ് ചെയ്യുക. 4700 ആ ഒരു പ്രൈസ്. പിന്നെ ആ പാർട്സിന്റെ പ്രൈസാണ്. പിന്നെ ലേബർ കോസ്റ്റ് എക്സ്ട്രാ വരും. പിന്നെ സെൽഫ് മോട്ടർ ആണെങ്കിൽ 2500 രൂപയാണ് വില വരുന്നത്. അത് നിങ്ങൾക്ക് മൈനസ് ചെയ്യാം. പിന്നെ ബാറ്ററി ആണ് പഴയ മോഡലിന് 14 ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. ഈ 14 ബാറ്ററിക്ക് 2400 രൂപ വില വരുന്നുണ്ട്. 3 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക. വലിയ ബാറ്ററിയാണ് വരുന്നത്. 14 ബാറ്ററിയാണ് BS3ക്ക് വരുന്നത്. അപ്പം അതും നിങ്ങൾക്ക് മൈനസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ടാങ്ക് ഒന്ന് അയച്ചിട്ട് ഉള്ളിൽ തുരുമ്പ് കാര്യങ്ങളൊന്ന് ഉറപ്പിക്കുക. കാരണം തുരുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ലാതെ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ടാങ്ക് ഒഴിവാക്കി നന്നാവും, അല്ലെങ്കിൽ ടാങ്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ സീറ്റ് കാര്യങ്ങളൊക്കെ സ്പ്രിങ് കാര്യങ്ങൾ അടിയിലെ ഭാഗങ്ങൾ തുരുമ്പോ കാര്യങ്ങളോ അത് ഇങ്ങനെ എടുത്തിട്ട് വല്ലാതെ ദ്രവിച്ചു വല്ല പോയിട്ടുണ്ടോ നോക്കുക. ഈ ഭാഗങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. സീറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിലെ റിമ്മിന് ഔട്ടുണ്ടോ നോക്കാം. സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് വീല് കറങ്ങുന്ന അണീവനായിട്ട് വല്ല വീലിന് കറക്കോ മറ്റോ കാര്യങ്ങളോ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ വീലിന് റിമ്മിന് ബെൻഡ് ഉണ്ട്, ഔട്ട് ഉണ്ട്. അതിന് ട്രൂ ചെയ്തെടുക്കാൻ പറ്റിയാണെങ്കിൽ ട്യൂൺ ചെയ്തെടുക്കുക. ഇതേമാതിരി ഫ്രണ്ടിലെ വീലും നോക്കിയെടുക്കുക. പിന്നെ ഡിസ്ക് ബ്രേക്ക് ജാമുണ്ടോ, ബ്രേക്ക് ഒന്ന് പിടിച്ചിട്ട് ശരിക്കൊന്ന് പിടിച്ചതിന് ശേഷം ഫ്രണ്ട് വീല് ഫ്രീ ആയിട്ട് കറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സാധാരണ 35 മുതൽ ഒരു 40 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് BS3. ചിലത് 45 ഒക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ 35 എബോ ഒരു 35 എബോ മൈലേജ് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു 45 കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ BS3 വണ്ടിയുടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്. അത് BS3 2013 മുന്നുള്ള വണ്ടിയിൽ ചെറിയ ടാങ്കായിരുന്നു വന്നത്. 2014 കുറച്ചൊരു വലിയ ടാങ്കാണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു സൈസ് കൂടിയ ടാങ്കാണ്. അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ചെറിയ ടാങ്കാണ് വന്നത്. മറ്റേത്
BS4 കുറച്ച് വലിയ ടാങ്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ലെറ്റേഴ്സിനൊക്കെ മാത്രം റോയൽ എൻഫീൽഡ് ലെറ്ററൊക്കെ പഴയ മോഡലായിട്ട് ഉണ്ടാവുക. പിന്നെ ഫസ്റ്റ് 2014 മുന്നേ ഉള്ള വണ്ടിക്ക്. പിന്നെ കാര്യങ്ങൾ പിന്നെ മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് മാത്രമേ വരുന്നുള്ളൂ. ക്ലാസിക്കിന്റെ ഏറ്റവും വലിയ വിഷയം സെൽഫ് എന്നുള്ള വലിയ ചെലവാണെന്ന് പറയുന്നത് ഈ സെൽഫിന്റെ പ്രശ്നമാണ്. സ്പ്രേ ക്ലച്ചിന്റെ 1 വേ ക്ലച്ചിന്റെ വിഷയമാണ്. അപ്പൊ ഈ 1 വേ ക്ലച്ചിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഇട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും വർക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് മടുപ്പ് വരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം. എപ്പോഴും അത് ഒറിജിനൽ പാർട്സ് 4500 രൂപ വെച്ച് ഒറിജിനൽ പാർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2, 3, 4 വർഷം സുഖമായിട്ട് നമ്മൾ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന. അല്ലെങ്കിൽ ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഐസിങ്ങനെ പണിയേണ്ട വരും, നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ വണ്ടി കൊണ്ടിട്ട് വെറുപ്പ് വരും, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് സ്പ്രേ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഒറിജിനൽ സ്പ്രേ ക്ലച്ച് മാത്രം റീപ്ലേസ് ചെയ്യാൻ നോക്കുക. പിന്നെ ടൂൾ ബോക്സ് ഒക്കെ ഒന്ന് അയച്ചിട്ട് തുരുമ്പുണ്ടോ, ടൂൾ ബോക്സ് ഒക്കെ ഒന്ന് തുറന്നു നോക്കുക. ഈ കാര്യങ്ങൾ ടൂൾ ബോക്സ് നോക്കിയാൽ ആരും കൂടെ തുരുമ്പോ കാര്യങ്ങളോ എന്തോ പൊട്ടാറായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതേമാതിരി അപ്പുറത്തുള്ള ബോക്സ് നോക്കിയിട്ട് പൊട്ടാറായിട്ടുണ്ടോ, പിന്നെ എയർ ഫിൽറ്റർ ഒക്കെ അയച്ച് കറക്റ്റ് സർവീസ് ചെയ്യുന്ന വണ്ടിയാണോ എന്നുള്ള എയർ ഫിൽറ്റർ നോക്കിയാൽ മനസ്സിലാവും. ഇത് എന്താ എയർ ഫിൽറ്റർ ക്ലീൻ ആണ്, ഇത് കറക്റ്റ് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഇത് ശരിക്കും വൃത്തിയായിട്ടുള്ള തന്നെ ഉണ്ട്. എയർ ഫിൽറ്റർ ഒക്കെ നല്ല ബ്ലാക്കിഷായി പൊടിയായി നിൽക്കുകയാണ്. എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സർവീസിന് കറക്റ്റ് ഇല്ലാത്ത വണ്ടിയാണെന്നുള്ളതാണ്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസിക് പിന്നെ BS3 എന്ന ഒരു കാറ്റഗറിയെ കുറിച്ച്, സ്റ്റാൻഡേർഡ് അല്ല ക്ലാസിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയാൽ വണ്ടി ഓക്കെ ആണെന്നെങ്കിൽ എഞ്ചിന് നോയ്സ് ഒന്നും ഉണ്ടാകരുത്, ക്രാങ്കിങ് നോയ്സ് അതൊക്കെ പറയുന്നത്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, അപ്പൊ ഇതിന്റെ ഒറിജിനൽ സൈലൻസർ ആണത്. എക്സോഷനോട് കറക്റ്റ് ഇത്രേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോ ഈ സമയത്ത് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇടിയോ വല്ല വരുന്നോ നോക്കണം. അങ്ങനെ ഈ പെട്ടെന്നുള്ള ഈ ക്രാങ്കിങ് ഉണ്ടല്ലോ, പെട്ടെന്ന് ആക്സിഡന്റ്, ഈ ത്രോട്ടിൽ പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് വല്ല ഇടിയോ വല്ല വരുന്നുണ്ടെങ്കിൽ അത് ക്രാങ്ക് നോയ്സ് ആണ്. അപ്പൊ അത് എഞ്ചിന്റെ വർക്കാണെന്നുള്ളതും ആ എഞ്ചിന്റെ വർക്കിനായിട്ടുണ്ട്, അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ പുകയുണ്ടോ നോക്കാമല്ലോ, ഞങ്ങൾക്ക് അറിയാലോ സർവീസ് ആക്കി. അപ്പൊ എത്രയാണുള്ള BS3 വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.